മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അമേരിക്ക ഇസ്രായേലിന്റെ മാടമ്പിത്തരത്തെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിക്കുമ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച 10 ഡിമാൻഡുകളിൽ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡായിരുന്നു ഇറാന്റെ പ്രോക്സി വിഭാഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലുകളും ഇതോടൊപ്പം അവസാനിപ്പിക്കുക എന്നത്. അമേരിക്ക അത് സമ്മതിച്ചതാണെന്നും ഇറാൻ പറയുന്നുണ്ട്. അമേരിക്കക്കും ഇസ്രായേലിനും കൃത്യമായി അറിയുകയും ചെയ്യാം യമനിലെ ഹൂത്തികളും ലബനോനിലെ ഹിസ്ബുള്ളയും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളാണെന്ന്. ഇറാന്റെ മേൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം കടുപ്പിക്കുമ്പോൾ തന്നെ ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് തയ്യാറായവരാണ് ലബനോനിലെ ഹിസ്ബുള്ള പോരാളികൾ. എന്നാൽ ഹിസ്ബുള്ള യുദ്ധത്തിലേക്ക് ഇറങ്ങി കുറെ കഴിഞ്ഞാണ് ഹൂത്തികൾ യുദ്ധത്തിന്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇറാനുണ്ട്. അതുകൊണ്ടായിരിക്കാം വെടിനിർത്തൽ കരാറിൽ തങ്ങളുടെ പ്രോക്സികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ നിർദ്ദേശം വെച്ചത്. ആ നിർദ്ദേശങ്ങൾ ഇരുവിഭാഗവും അംഗീകരിച്ചുകൊണ്ടാണ് താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം തന്നെ തെക്കൻ ലബനോനിലും ബെയ്റൂത്തിലും അഴിച്ചുവിട്ടു. ഇസ്രായേൽ തന്നെ പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ 100-ലേറെ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ്. ഇസ്രായേൽ മനസ്സാക്ഷിയില്ലാതെയാണ് എവിടെയും ആക്രമണം നടത്തുക. അത് നാം ഗസയുടെ കാര്യത്തിലും കണ്ടതാണ്. സാധാരണ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ യുദ്ധം നടത്തുകയാണെങ്കിലും അക്രമകാരികൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയാണെങ്കിലും അത് സൈന്യത്തിന് നേരെയോ അക്രമകാരികൾക്ക് നേരെയോ ആയിരിക്കും. എന്നാൽ ഇസ്രായേലിന്റെ ബോംബിംഗ് സാധാരണ മനുഷ്യർക്ക് നേരെയും രാജ്യത്തെ വിഭവങ്ങൾക്ക് നേരെയുമായിരിക്കും. ഇസ്രായേൽ നടത്തിയ 10 മിനിറ്റ് ആക്രമണത്തിൽ 300-ലധികം മനുഷ്യർ ലബനോനിൽ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ലബനോനിൽ ബോംബിടുന്നത് ആയുധപ്പുരകളിലോ ഹിസ്ബുള്ള പോരാളികളുടെ സെന്ററുകളിലോ കേന്ദ്രങ്ങളിലോ അല്ല, സാധാരണ മനുഷ്യരുടെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും സാധാരണ മനുഷ്യർ തിങ്ങി ജീവിക്കുന്ന സ്ഥലങ്ങളിലുമാണ്. ഈ കൊല്ലപ്പെട്ടവരാരും ഹിസ്ബുള്ള പോരാളികളോ സൈനികരോ അല്ല. ലബനോനിലെ സ്ത്രീകളും കുട്ടികളും അടക്കം സാധാരണ ജനങ്ങൾ മാത്രമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാൻ വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്ന് ഭീഷണി മുഴക്കുന്നത്. എന്നാൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് ലബനോനിൽ നടക്കുന്ന ആക്രമണം ഇറാൻ ഇസ്രായേൽ അമേരിക്ക വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുന്നില്ല എന്നാണ്. ഇത് ശരിക്കും ഇസ്രായേലിന്റെ വാദമാണ്. അമേരിക്ക അംഗീകരിച്ച വെടിനിർത്തൽ കരാറിൽ ലബനോനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കരാർ വ്യവസ്ഥയുണ്ടെങ്കിലും ഇസ്രായേലിന് വേണ്ടി വാക്കുമാറ്റുകയാണ് അമേരിക്ക. മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിരുന്ന പാകിസ്ഥാൻ പറഞ്ഞത് കരാറിനെ പൊളിക്കുന്ന ഒന്നും ആരിൽ നിന്നും ഉണ്ടാവരുതെന്നാണ്. തുർക്കിയും ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ രംഗത്ത് വരികയുണ്ടായി. ഇസ്രായേൽ ലബനോൻ അതിർത്തിയിലും സമാധാനം പുനഃസ്ഥാപിക്കാതെ നിലവിലെ വെടിനിർത്തൽ പൂർണ്ണമാകില്ലെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട്. നിലവിലെ US ഇറാൻ വെടിനിർത്തൽ കരാറിൽ ലബനോനെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്നത്. ഈ ആക്രമണം നിലവിൽ ദുർബലമായ കരാർ കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. ലബനോൻ സർക്കാരുമായി നേരിട്ട് ചർച്ച എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിനാൽ ലബനോൻ വിഷയത്തിൽ ഇറാൻ ഇടപെടേണ്ടതില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ഇസ്രായേലുമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്നാണ്. ബുധനാഴ്ച ഒരൊറ്റ ദിവസം കൊണ്ട് ഇസ്രായേലിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ കുറഞ്ഞത് 300-ലധികം പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ലബനോൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ പാലിക്കാതെ നയതന്ത്രത്തെ തകർക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇനിയും അനുവദിച്ചുകൊണ്ട് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകർക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വാഷിംഗ്ടണിന്റെ തീരുമാനമാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. ലബനോന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും ഇത് ചർച്ചകളെ അർത്ഥശൂന്യമാക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു. ഇറാൻ ലബനോൻ ജനതയെ കൈവിടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വെടിനിർത്തൽ സംബന്ധിച്ച യഥാർത്ഥ കരാർ പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ ഇറാന് ചുറ്റുമുള്ള എല്ലാ അമേരിക്കൻ കപ്പലുകളും വിമാനങ്ങളും സൈനികരും അവിടെ തന്നെ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അല്ലാത്ത പക്ഷം കൂടുതൽ സംഘർഷമുണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ മഞ്ഞുരുക്കത്തിനെതിരെ നിൽക്കുന്നത് ഇസ്രായേലാണെന്ന് എഴുത്തുകൾ നോക്കാതെ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്.